ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മളെ പരിപാടി പറയണത് ഈവനിങ് വ്ളോഗാണ്. പുറത്തേക്ക് ഇറങ്ങിയ പാട് കണ്ടത് തന്നെ കൗത്തില് മുടില്ലാത്ത മറ്റേ കോയിനെ. പിന്നെ കണ്ടതോ ഒരു മൂലക്ക് കുറെ വേസ്റ്റ് കൂട്ടിട്ടത്. ഇതൊക്കെ ആര് ചെയ്തതാണോ അള്ളാഹു ആയാലും. ഏതായാലും അവിടെ വേസ്റ്റ് കുറവാണ്, ഇനി ആരും വന്ന് കൊടുന്നിടാൻ നിക്കണ്ട. പിന്നെ അതൊക്കെ എടുക്കുന്ന റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ പഞ്ചായത്തോളം നല്ല വെള്ളമുണ്ട്. പക്ഷെ ഇതിൽ ആരും കുളിക്കലൊന്നും ഇല്ല. അപ്പൊ കുളത്തില് കുറെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കുളം അങ്ങനെ വെറുതെ കണ്ടപ്പോ കാല് ഒരു പൂതി. അങ്ങനെ കുളത്തിന്റെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ കാലായി കണ്ടു. നല്ല തണുത്ത വെള്ളം, കാല് കഴുകാൻ നല്ല സുഖമുണ്ട്. അങ്ങനെ പാടത്തിന്റെ വരമ്പത്ത് കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കട്ടാ. രണ്ട് വരമ്പിന്റെ നേരെ സെന്റർ കൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട്. പിന്നെ നമ്മളെ വെഞ്ഞൂരത്തെ പാടം അപ്പുളി പാടം പണ്ടേ ഭയങ്കര ലുക്കാണെന്ന് പറഞ്ഞേക്കാ. വെറുതെ അല്ല, അവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായത് ഭയങ്കര മുഞ്ചാണെന്ന്. അങ്ങനെ വരമ്പമ്മ കൂടി നടന്ന് പോകുമ്പോഴാണ് അപ്പുറത്തെ ഒരു ദ്വീപ് മാതിരി ഒരു സ്ഥലം കണ്ടത്. അങ്ങനെ നമ്മളെ ദ്വീപിലെത്തിട്ടാ. ദ്വീപ് തെങ്ങും കൂട്ടാണ്, വേറൊന്നല്ല. കുറച്ചിങ്ങോട്ട് മാറി നിന്ന് നോക്കിയപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു പശു നിക്കണത്. പശുവും കുറച്ച് കൊക്കാളൊക്കെ ഉണ്ട്. വൈകുന്നേരം മേയാൻ വിട്ടതായിരിക്കണം. പിന്നെ പാടത്തിന്റെ വരമ്പത്ത് കൂടി നടന്ന് പോകുമ്പോഴാണ് കുറച്ച് കാലടിയാളം കണ്ടത്. പശുവിന്റെ തോന്നണ്. അപ്പളിപ്പാടം ഏതായാലും നല്ല ഒഴിഞ്ഞു നിക്കണ പാടാണ്. കാണുമ്പോ തന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാക്കച്ചാളൊന്നായിട്ട് കൂടി നിന്നാണ്ട് സമ്മേളനം തന്നെ നടത്തുന്നുണ്ട് അവിടെ. മനുഷ്യന്റെ ചെവി അടിച്ചു പോയി കൂടി പോകുമ്പോ തന്നെ. അതിന്റെ അടുത്തെത്തിയപ്പോഴോ തല പൊത്തി ഓടി. മണ്ടക്ക് ഒത്തിട്ടിയാലോ. പിന്നെ ഇവിടുത്തെ ടാസ്ക് പറയണത് ചാല് കടക്കലാണ്. ഇതിന്റെ എൻഡിങ് ആണ് ഇവിടെ. ഇതിന് അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ ചാലൊക്കെ മുറിച്ച് കടന്നുകൊണ്ട് നേരെ അപ്പുറത്തെത്തിട്ടോ. അക്കരയിലെത്തി. ആ ചാലെങ്ങാനും ചാടി കിടക്കുമ്പോ ആ ചളിക്ക് എങ്ങാനും വീണിനെങ്കിലേ എന്റെ ഒരു അവസ്ഥ. അങ്ങനെ ചാല് ചാടി കിടന്ന് നേരെ നമ്മളെ ആദ്യത്തെ അപ്പുളി കുളത്തേക്ക് എത്തിട്ടോ. ആദ്യത്തെ പഞ്ചായത്തുള്ളാണിത്. അവിടേക്ക് എത്തിക്കണേ. ഈ കുളത്തിൽ പിന്നെ കാലിടാൻ നിന്നിട്ടില്ല. കാലിട്ടാ ചിലപ്പോ കാല് പോവും. ഈ കുളത്തിന്റെ ഓപ്പോസിറ്റ് തന്നെ വേറെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ട്ടാ. അപ്പൊ ഓക്കെ, ബൈ.